മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ദേവികെ, ഇതാണ് എന്റെ വീട്. നമുക്ക് കുറച്ചുനേരം ഇവിടെ സ്റ്റേ ചെയ്യാം. ഇപ്പൊ യാത്ര ചെയ്യുന്നത് റിസ്കാ. മാഡം, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലെത്തണം. എന്റെ ദേവികെ, ഞാൻ പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലേ? ആ ഗുണ്ടകൾ ഇവിടെ എവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. ഇപ്പൊ ഇറങ്ങിയ വീട്ടിലായിരിക്കില്ല ചെന്നെത്തുന്നത്. അല്ല, എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നുണ്ടോ? ഞാൻ കൂടിയില്ലേ? ദേവികെ, ദേവികയ്ക്ക് വേണ്ടി ഞാൻ സഹായിക്കുന്നതൊക്കെ സിദ്ധാർത്ഥൻ സാറിനോടുള്ള ബഹുമാനവും. ഗുണ്ടകളെ നേരിടാൻ ദേവികയ്ക്ക് ആവുന്നാണെങ്കിൽ ഞാൻ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുന്നില്ല. ദേവികയ്ക്ക് പോവാം. അല്ലെങ്കിൽ എവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കിത്തരാം. ആലോചിക്കാനൊന്നുമില്ല. ദേവിക അകത്തേക്ക് വരൂ. വാ വാ. ദേവിക ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കോഫി ആയാലോ? അയ്യോ വേണ്ട മാഡം. അതെന്താ? താനിങ്ങനെ പേടിക്കണ്ട, ഇവിടെ സേഫാ. ഇരിക്കെ. ഈ വെള്ളം കുടിക്കാം. താൻ പോയൊന്ന് മുഖം കഴുകുക. ദാ വാഷ്റൂം. വരൂ. ഒരു കാര്യം ചെയ്യും, താനിവിടെ ഇരിക്കേ. പുറത്തവന്മാരുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാഡം, നമുക്ക് പോവാം. നോക്കട്ടെ, അവര് പുറത്തില്ലെങ്കിൽ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. എനിക്ക് ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കണം. ഫോണിൽ ചാർജ് തീർന്നു. ഫോണിങ്ങതാ, ചാർജിലിടാം.
ദേവിക ഇരിക്ക്. ഞാൻ അവന്മാര് പുറത്തുണ്ടോന്ന് നോക്കട്ടെ. ഇരിക്ക്. സർ ഇരിക്കണം. സർ ഞാൻ കുടിക്കാനോ കഴിക്കാനോ ഒന്നും എടുക്കരുത്. 8-10 മീറ്റിംഗുള്ള ദിവസമാണ്. ചന്ദ്രമതിയെ കണ്ട് അനുശോചനം അറിയിക്കാൻ വന്നതാണ്. മരണം അറിഞ്ഞപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു. ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. സംഭവത്തിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചതാ. എൻ്റെ വകുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സംഭാഷണത്തിൽ വിഷയമായതാ. പോയില്ലേ സർ, എല്ലാം പോയില്ലേ. സിദ്ധാർത്ഥൻ, അതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ആൾക്കാർക്ക് ഇതെന്താ സംഭവിക്കുന്നേ? മറ്റൊന്നുമല്ല സർ, സ്വാർത്ഥത. അയാളുടെ കുടുംബം സേഫായിരിക്കണം. അതിനുവേണ്ടി ഒരാളെ കൊന്ന് വേറൊരു കുടുംബത്തിനെ അനാഥമാക്കിയാലും സാരമില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചു കാണും. എന്തായാലും കഷ്ടമായി പോയി. പാർട്ടിക്ക് ക്ഷീണമായി. പാർട്ടിയുടെ ഇമേജിനെയും ഈ പ്രശ്നം കുറച്ച് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ബാലു കുറ്റക്കാരനല്ല. ബാലു എന്നും പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാനേ നോക്കിയിട്ടുള്ളൂ. ശരിയാ. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂല് പാർട്ടിയുടെ മുഴുവൻ പിന്തുണയും ഈ കുടുംബത്തിന് തന്നത്. അതൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അവസാനം വരെ ബലരാമൻ സാറിന്റെ കുടുംബത്തിന് തന്നെയായിരിക്കും ഔദ്യോഗിക പിന്തുണ. പറഞ്ഞിരുന്നു. കേസിന്റെ കാര്യത്തിലായാലും ശരി, ഇതുമായി ബന്ധപ്പെട്ട മറ്റേത് വിഷയത്തിലായാലും ശരി, സിദ്ധാർത്ഥനോട് പാർട്ടി ഒരനുഭവവും കാണിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ചന്ദ്രമതിയെ അറിയിക്കാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ സർ? മറ്റൊന്നുമല്ല, സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഇവിടെ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് പാർട്ടി അറിഞ്ഞു. ചന്ദ്രനാരും പരാതിയൊന്നും തന്നതല്ല, പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ അറിവ് കിട്ടിയതാ. ബലരാമന്റെ മരണസമയത്ത് ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിയിലെ ബലരാമന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്ന്. അതിനൊന്നും പാർട്ടി സപ്പോർട്ട് കൊടുത്തിട്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു വികാരം എന്ന നിലയ്ക്ക് പാർട്ടി അതിലിടപെട്ടില്ല. പക്ഷേ ഇനി അത് തുടരാൻ പാടില്ല. സിദ്ധാർത്ഥന്റെ മകന് നേരെ ആക്രമണം ഉണ്ടായതൊക്കെ അറിഞ്ഞു. ചന്ദ്രമതിയുടെ സഹോദരന് അതിന് പിന്നിലെന്ന് കേട്ടു. ശരിയാണോന്നറിയില്ല. എന്തായാലും ശരി, ചന്ദ്രമതി തന്നെ ഒന്നിടപെടുക. പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാ. പക്ഷേ സിദ്ധാർത്ഥന്റെ കുടുംബത്തിൽ ഒരാൾക്കും ഇനിയൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. അത് പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും. നിയമപരമായി തന്നെ കാര്യങ്ങൾ പോവില്ലേ? സിദ്ധാർത്ഥൻ ഇപ്പോൾ റിമാൻഡിലുമാണ്. എനിക്കറിയാം സർ. ചന്ദ്രമതിയുടെ സഹോദരൻ ത്യാഗരാജനെതിരെ ചില പരാതികൾ വരുന്നുണ്ട്. ചന്ദ്രമതി ഒന്ന് ശ്രദ്ധിക്കണം. സിദ്ധാർത്ഥന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായാൽ ഇനി പാർട്ടിയുടെ പിന്തുണ നഷ്ടപ്പെടും. അതുറപ്പാ. പിന്നെ വിഷമിക്കരുത്. ബലരാമനുള്ള ബഹുമാനം വെച്ചിട്ടാണ് ഒക്കെ പറയുന്നത്. ചന്ദ്രമതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സർ പറഞ്ഞതൊക്കെ മനസ്സിലായി. പാർട്ടിക്ക് ക്ഷീണം വരുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി സർ.
ചന്ദ്രമതി, ആ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, എന്ത് കാര്യത്തിനും വിളിക്കാം. ശരി. ആ ചേച്ചി, ഹലോ. ഹലോ അരുണിമ, അവളുടെ കാര്യം എന്തായി? എല്ലാം ഓക്കെയാണ് സർ. 2 മിനിറ്റിൽ അവളുടെ കഥ കഴിയും. വേണ്ട വേണ്ട വേണ്ട, സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ സർ? കാര്യമൊക്കെ പറയാം, അവള് വിട്ടേക്ക് പെട്ടെന്ന്. അവളുടെ ദേഹത്തൊരു പോറൽ പോലും വീഴാൻ പാടില്ല. ക്വിക്ക്. ശരി സർ. ദേവികെ, തന്നെ നോട്ടമിട്ട് വന്നവര് തിരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും അവരില്ല. ദേവികയ്ക്ക് ധൈര്യമായിട്ട് ഇനി വീട്ടിൽ പോവാം. ഞാൻ ദേവികയെ സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യാം. വാ. എന്നാലും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാഡം. പോലീസിന്റെ ഡ്യൂട്ടി തന്നെ സഹായം ചെയ്യലല്ലേ ദേവികെ? ഇത് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. വാ. മാഡം ഫോണ്. ഇറങ്ങാം. വാ. വാ.
വാ കേറിക്കോ. കരയാതമ്മേ. അമ്മേ, അച്ഛനെ രക്ഷിക്കുക എന്നതാ പ്രധാനം. മറ്റൊന്നും അമ്മ ചിന്തിക്കരുത്. എന്നാലും നീ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ട് നടന്ന കാറല്ലേ നിനക്കും ദേവിക്കും വേണ്ടി അച്ഛൻ വാങ്ങിത്തന്ന വിവാഹ സമ്മാനമല്ലേ വിറ്റത്? ആ കാർ വാങ്ങിച്ചത് അച്ഛനല്ലേ? ആദ്യം അച്ഛൻ പുറത്തു വരട്ടെ. ആ സമ്മാനം തന്ന ആളിപ്പോ എവിടെയാ? ജയിലിലല്ലേ? ഇറക്കിക്കൊണ്ട് വരണ്ടേ? അമ്മേ, വണ്ടിയൊക്കെ ഇനിയും വാങ്ങാമേ. അമ്മ വിഷമിക്കല്ലേ. നമുക്ക് നമ്മളെ ഉള്ളൂ. എങ്ങനെയും അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിച്ച് പുറത്തു കൊണ്ടുവരണം. അമ്മേ, ഗിരീഷേട്ടനും ചേച്ചിക്ക് വരുന്നുണ്ട്. അമ്മ കരയല്ലേ? വാ ഗിരീഷേട്ടാ. അമ്മ എന്തിനാ കരയുന്ന? എന്താ അമ്മേ, എന്താ കാര്യം? അച്ഛന്റെ കേസിന് വേണ്ടിയുള്ള അഡ്വാൻസ് 5 ലക്ഷം രൂപയുണ്ട്. നന്ദ തന്നതാ. ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് കാശ്? അവന്റെ കാറ് വിറ്റു മോളെ. നന്ദ, നീ സാരല്ലേച്ചി, കാർക്ക് ഇനിയും വന്നോളും അല്ലേ ഗിരീഷേട്ടാ? ഞങ്ങൾ വന്നതും ക്യാഷിന്റെ കാര്യം പറയാനായിരുന്നു. ഞാനൊരാളോട് മോനെ വേണ്ട. ഗിരീഷ് വീട്ടിലെ മൂത്ത മകനാ. ആ സ്ഥാനത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും കാണുന്നത്. ലോകത്ത് മറ്റാരും കൂടെ ഇല്ലെങ്കിലും ഗിരി ഒപ്പം ഉണ്ടാവുമെന്നറിയാം. പക്ഷെ മോനെ, ഇപ്പോഴത്തെ കാര്യത്തില് മോനും കൂടി ബുദ്ധിമുട്ടണ്ട. അത്രയും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുമ്പോ ഗിരിയോട് തന്നെ ചോദിക്കും. ഇനി ഇത് അഡ്വക്കേറ്റിന് എത്തിച്ച് കേസിന്റെ നടപടികൾ തുടങ്ങണം. ദേവികയോടെ? അവൾ അച്ഛനെ കാണാൻ പോയിട്ട് വന്നിട്ടില്ല. ആ, ദേവിയായിരിക്കും. പാവം നന്ദൻ, അവരത്രയ്ക്കും ഇഷ്ടപ്പെട്ട് കൊണ്ട് നടന്ന കാറ. ഇനി അവന് പുറത്തിറങ്ങാൻ പോലും വഴിയില്ല. നന്ദു, എന്താ ദേവി ആകെ വല്ലാതിരിക്കുന്നേ? നമ്മളെല്ലാവരും സൂക്ഷിക്കണം. എന്താ, നീ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടോ? അമ്മ എവിടെ? അകത്തുണ്ട്. ഗിരീഷേട്ടനും ചേച്ചി വന്നിട്ടുണ്ട്. നന്ദു വാ. ഇനി അതോർത്ത് വിഷമിക്കേണ്ട മാഡം. എന്തായാലും കേസിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അമ്മ, നമ്മൾ ഇനി സൂക്ഷിക്കണം. ഗിരീഷേട്ടനും രജന ചേച്ചിയും സൂക്ഷിക്കണം. എന്താ മോളെ? ത്യാഗരാജന്റെ ആൾക്കാര് നമ്മുടെ പുറകെ ഉണ്ട്.
മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.